ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ എപ്പോഴും കണ്ണിന് ക്ഷീണം, കണ്ണിൽ ചുവപ്പ്, എപ്പോഴും ഒരു ടയർഡ്നെസ്, ഹെഡേക്ക്, ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയും. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പം കമ്പ്യൂട്ടറിലാണ് അവരുടെ ജോലി, ഫുൾ ടൈം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്? അപ്പം ഈ കമ്പ്യൂട്ടർ ഫുൾ ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ എപ്പോഴും തലവേദന ഉണ്ടാവും, കണ്ണിൽ ചുമപ്പ്, എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവുക, കണ്ണിൽ കൂടെ വാട്ടറിങ് വരിക, കണ്ണിൽ ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ, അതായത് പൊടി കിടന്ന് തട്ടുന്ന പോലത്തെ ഉള്ളൊരു ഫീലിംഗ്, ഇവയൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കണ്ണ് നമ്മൾ ഈ സ്ക്രീൻ ഒരുപാട് സമയം നോക്കുമ്പോൾ കണ്ണ് ഡ്രൈ ആവും, അതായത് കണ്ണുനീരിൻ്റെ ജലാംശം കുറയും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 15 പ്രാവശ്യമാണ് ഇമ വെട്ടുന്നത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും സ്ക്രീനിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഇമ വെട്ടുന്നതിൻ്റെ അളവ് ഒരു 3-4 ആയിട്ട് കുറയുന്നു. അപ്പോൾ ഇതുമൂലം കണ്ണുനീർ പാളി നമ്മുടെ കണ്ണിൽ ഈവനായിട്ട് സ്പ്രെഡ് ആകുകയില്ല. അപ്പോൾ ഇത് ഒരു ഡ്രൈനെസ്സിലേക്ക് നയിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ണുകൾക്ക് ഏറ്റവും സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് നിയർ വിഷൻ, അതായത് അടുത്തുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അധിക നേരം നോക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ചെറിയ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കുറേ നേരം കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ പേശികൾക്ക് കഴപ്പുണ്ടാവും എന്ന് പറയുന്ന പോലെ, നമ്മൾ അടുത്തുള്ള കാര്യങ്ങൾ ഒരുപാട് സമയം ഫോക്കസ് ചെയ്യുമ്പോൾ, അത് സ്ക്രീനിൽ നോക്കുന്നതാവാം, ചിലപ്പോൾ തയ്യലാകാം, ഒരുപാട് സമയം വായിക്കുമ്പോഴാകാം. അപ്പോൾ ഈ സമയത്തൊക്കെ കണ്ണിൻ്റെ ചെറിയ സിലറി മസിൽസ് അടുത്തുള്ള കാര്യങ്ങൾ അധിക സമയം ഫോക്കസ് ചെയ്യുമ്പോൾ മസിലിന് സ്ട്രെയിൻ ഉണ്ടാകും. അപ്പം ഇത് കണ്ണ് കഴപ്പായിട്ടും ഹെഡേക്കായിട്ടും ചിലർക്ക് കണ്ണിൽ കൂടെ വാട്ടറിങ് ആയിട്ടും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാം. ഇതെല്ലാമാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് പ്രിവെൻറ്റീവായിട്ട് ചെയ്യാവുന്നത്? ആദ്യത്തേത്, നമ്മൾ 20-20-20 റൂൾ ഫോളോ ചെയ്യുക. അതായത് ഇപ്പോൾ സ്ക്രീൻ അധിക സമയം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണെങ്കിൽ, എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും ഒരു 20 സെക്കൻഡ് ഒരു 20 അടി ദൂരെയുള്ള ഒരു വസ്തുവിലേക്ക് നോക്കുവാനായിട്ട് പറയും. അതായത് ആ അടുത്തുള്ള ആ കണ്ണിൻ്റെ ആ മസിലിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുവാനായിട്ട്. ഇതിനെ നമ്മൾ 20-20-20 റൂൾ എന്ന് പറയും. പിന്നെ അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുക, നമ്മൾ ഓർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇമ വെട്ടുക. പിന്നെ ഉള്ളത്, നമ്മൾ ഈ ടിയർ സപ്ലിമെൻറ്റ് ഡ്രോപ്സ് ഉണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സ്, അത് ഇടയ്ക്ക് യൂസ് ചെയ്യുക. പിന്നെ കണ്ണടകൾ ആവശ്യമുള്ള വ്യക്തികളാണെങ്കിൽ കണ്ണടകൾ ഉപയോഗിച്ച് തന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക. പലപ്പോഴും ഈ ആൾക്കാർ വന്ന് പറയുന്നത്, എൻ്റെ വിഷൻ ഓക്കെയാണ്, ഞാൻ പോയി വിഷൻ നോക്കി ലാസ്റ്റ് ലൈൻ വരെ വായിക്കാൻ സാധിച്ചു, എനിക്ക് പവറൊന്നുമില്ല, ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് വെക്കുന്നുണ്ട്, ഈ ബ്ലൂ കട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതിലുള്ളൊരിതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചെറിയ പവർ കാണും, അതായത് 0.25, 0.5 ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സ് ഒരു പക്ഷേ കാണാം നമുക്ക്. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഡൈലേറ്റ് ചെയ്ത് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റിൽ കൂടെ മാത്രമേ നമുക്ക് ആ ചെറിയ പവർ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ പവറുള്ള ആൾക്കാർ അതിന് അനുയോജ്യമായ കണ്ണടകളോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഐ സ്ട്രെയിൻ നന്നായിട്ട് കുറയും. അപ്പം നമുക്ക് വിഷൻ നോർമൽ ആണെങ്കിലും നിങ്ങൾക്ക് ഐ സ്ട്രെയിൻ നന്നായിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, ഐ ഡ്രോപ്സ്, ലൂബ്രിക്കൻ ഡ്രോപ്സ് ഉപയോഗിച്ചിട്ടും ഐ സ്ട്രെയിൻ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡൈലേറ്റ് ചെയ്ത് നോക്കി ഈ പറഞ്ഞ പോലെ ചെറിയ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ഗ്ലാസ് ഉപയോഗിക്കുക ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ കണ്ണിൽ ചുവപ്പ് വരുന്നതിൻ്റെയൊക്കെ മറ്റൊരു റീസണായിട്ട് പറയുന്നത്, ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഡ്രൈനെസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ മിക്കവാറും ഇപ്പോൾ കുട്ടികളായാലും ശരി, മുതിർന്ന ആൾക്കാർ, നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ വളരെ കുറവാണ്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണെങ്കിൽ അത് തീരെയും, ചിലപ്പോൾ രാവിലെ തൊട്ട് നൈറ്റ് വരെയൊക്കെ റൂമിൻ്റെ അകത്തിരുന്ന് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഔട്ട്ഡോർ ഇപ്പം കളിക്കുന്നതൊക്കെ ടൈം വളരെ കുറവാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണവും ഈ ഡ്രൈനെസ്സും ഐ സ്ട്രെയിൻ ഒക്കെ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ, ഇപ്പോഴത്തെ സ്റ്റഡീസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഈ മയോപ്പിയ പ്രോഗ്രഷൻ എന്ന് പറയും, അതായത് ഈ മൈനസ് പവർ കുട്ടികളിൽ അളവ് കൂടുന്നതിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അതുപോലെ കുട്ടികൾക്ക് ഈ പവർ കൂടാനായിട്ടുള്ള ഒരു റീസൺ ഈ നിയർ വർക്ക് കൂടുന്നത്, അതായത് സ്ക്രീൻ ടൈം കൂടുന്നു, ഫുൾ ടൈം അവർ അടുത്തുള്ള കാര്യങ്ങളാണ്, പഠിത്തം, അങ്ങനെ അല്ലാത്ത സമയത്തായാലും അവർ ഈ കമ്പ്യൂട്ടർ ഗെയിംസും ഒക്കെ സ്ക്രീൻ ടൈമിലാണ് അവർ കൂടുതൽ വ്യാപ്തരാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മയോപ്പിയുടെ പ്രോഗ്രഷൻ കുറയ്ക്കാനായിട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു 2 മണിക്കൂർ ഡെയിലി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യണം എന്നും സ്റ്റഡീസ് അത് പ്രൂവനാണ്, നമ്മളൊരു നിയർ വർക്കിൻ്റെ ആ ഒരു ലോഡ് കുറയ്ക്കാനായിട്ട്.